ക്യാമറകൾ വർക്ക് ചെയ്യുന്നില്ല, ഫൈനൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഇനി ഹെൽമറ്റും സീറ്റ് ബെൽറ്റും ഇടാതെ പോകാമെന്ന് കരുതണ്ട. സംസ്ഥാനത്ത് ക്യാമറകൾ വീണ്ടും പ്രവർത്തന സജ്ജമായി. കെൽട്രോണുമായി ധാരണയിലെത്തിയതോടെയാണ് MVD ക്യാമറകൾ വീണ്ടും പ്രവർത്തന സജ്ജമാക്കിയത്. MVD റോഡുകളിൽ സ്ഥാപിച്ചിരുന്ന 726 ക്യാമറകളാണ് പ്രവർത്തനം നിലച്ചിരുന്നത്. 55 കോടി രൂപയാണ് കെൽട്രോണിന് റോഡ് സേഫ്റ്റി അതോറിറ്റി നൽകേണ്ടിയിരുന്നത്. പണമില്ലാതിരുന്നതുകൊണ്ട് ഇന്റർനെറ്റ് സേവനദാതാക്കൾക്ക് പണമടയ്ക്കാൻ കെൽട്രോണിന് കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് ഇന്റർനെറ്റ് വിച്ഛേദിക്കുകയായിരുന്നു. ഇതോടെ ക്യാമറകൾ വഴി റെക്കോർഡ് ചെയ്യപ്പെടുന്ന നിയമലംഘനങ്ങൾ MVDയുടെ ഡാറ്റാബേസിലേക്ക് അയക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇതാണ് മന്ത്രി ഇടപെട്ട് ധാരണയാക്കിയത്. മോട്ടോർ വാഹന വകുപ്പിനായി ക്യാമറകളുടെ പ്രവർത്തനവും പരിപാലനവും കെൽട്രോണാണ് നിർവഹിക്കുന്നത്. ഇതിനായി മോട്ടോർ വാഹന വകുപ്പ് 3 മാസം കൂടുമ്പോൾ 12 കോടിയോളം രൂപ നൽകണമെന്നാണ് കരാർ. എന്നാൽ ഈ തുക മുടങ്ങിയതോടെയാണ് ക്യാമറകളുടെ പ്രവർത്തനം അവതാളത്തിലായത്. സംസ്ഥാനത്തെ ക്യാമറകൾ കണ്ണടച്ചെന്നും പിഴ ഈടാക്കാനാകില്ലെന്നും വാർത്തകളുണ്ടായിരുന്നു. എന്നാൽ ഇത്രയും കാലമുള്ള നിയമലംഘനങ്ങൾ ക്യാമറയിൽ പതിയുന്നുണ്ടായിരുന്നു. ക്യാമറകൾ വഴി റെക്കോർഡ് ചെയ്യപ്പെടുന്ന നിയമലംഘനങ്ങൾ MVDയുടെ ഡാറ്റാബേസിലേക്ക് അയക്കാൻ കഴിഞ്ഞിരുന്നില്ലെന്നതാണ് പ്രശ്നം. നിയമലംഘനത്തിന് കൂട്ടത്തോടെ ചലാൻ അയക്കാനുള്ള സംവിധാനം ക്യാമറയിലുണ്ട്. ക്യാമറയിൽ പതിയുന്ന ദൃശ്യങ്ങൾ സെർവറിൽ സൂക്ഷിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുവരെയുള്ള നിയമലംഘനത്തിന് കൂട്ടത്തോടെ ചലാൻ ഈടാക്കുമോ എന്നതിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. അങ്ങനെ വന്നാൽ സ്ഥിര നിയമലംഘകരെ കാത്തിരിക്കുന്നത് നല്ല ഫൈനുകളായിരിക്കുമെന്നതിൽ സംശയമില്ല.